ആ വാദപാദത്തിൽ മംഗലാപുരം സംവാദത്തിൽ ഇവർ ഒന്നും തന്നെ നമ്മളോട് തിരിച്ചു ചോദിക്കവരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ചോദ്യം പോലും നമ്മുടെ വാദത്തെ ഖണ്ഡിക്കുവാൻ വേണ്ടി, തിരിച്ചു ചോദിക്കുവാൻ വേണ്ടി ഒരൊറ്റ ചോദ്യം പോലും അവർക്ക് ചോദിക്കാനില്ലായിരുന്നു. അങ്ങനെ അവർ അവരുടെ വാദത്തിനൊരു തെളിവ് പറയാൻ സാധിക്കാതെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഇബാറത്തിനെ പോറ്റിമാറ്റി ഉദ്ധരിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്നൊരു ഭാഗം കട്ടുമാറ്റിക്കൊണ്ട് ഉദ്ധരിക്കുകയാണ് ചെയ്തത്. എന്താണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു എന്താണ് പറയുന്നത്? ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംഫാലിൽ പറഞ്ഞു, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അല്ലാഹുവാണ് നബിയെ അല്ലാഹുവിന്റെ സഹായം കൊണ്ട് അങ്ങയെ ശക്തിപ്പെടുത്തിയത്, വബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ടും ശക്തിപ്പെടുത്തിയത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്താ പറയുന്നത്? ഇവിടെ അല്ലാഹു റസൂലിനെ സഹായിച്ച സഹായം രണ്ട് വിധമുണ്ട്. ഒന്ന് അല്ലാഹുവിന്റെ സഹായം കൊണ്ടുള്ള സഹായം, രണ്ട് മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നന്നായി മനസ്സിലാക്കണം. എന്താണ് റാസി ഇമാം പറയുന്നത്? അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ശക്തി കൊടുത്തത് രണ്ട് വിധത്തിലാണ്. വഹുവ അലാ ഖിസ്മൈൻ, അത് രണ്ട് വിധത്തിലാണ്. അഹദുഹുമാ, അതിൽ നിന്ന് ഒന്ന് മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ, സാധാരണ അറിയപ്പെട്ട കാരണങ്ങളിലൂടെ അല്ലാതെ റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി റസൂലിനെ വധിക്കുവാൻ വേണ്ടി, റസൂലിനെ ആക്രമിക്കുവാൻ വേണ്ടി വരുമ്പോൾ ഒരു ഭീകരമായ ഒരു ജീവി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അബൂജഹലിനെ വീട്ടിലേക്ക് ആട്ടിപ്പായിപ്പിച്ച രംഗം നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? ഇതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. അത് സാധാരണമായ ഒരു വിഷയമല്ല, അത് പരിചയപ്പെട്ട കാര്യമല്ല, പതിവായൊരു കാര്യമല്ല. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കാറുണ്ട്. രണ്ടാമതൊരു സഹായമുണ്ട്. രണ്ടാമത്തെ സഹായം മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായമാണ്. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പരിചയമാക്കപ്പെട്ട രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് നൽകപ്പെട്ട ചില സഹായങ്ങൾ. അതേതാണ്? ഔസ് കബീലക്കാരും ഹസ്റജ് കബീലക്കാരും മദീനയിലെ ബദ്ധശത്രുക്കളായി കഴിഞ്ഞിരുന്ന രണ്ട് കബീലക്കാർ. ആ കബീലക്കാർ അവർ ബദ്ധവൈരികളായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കി കൊടുത്തുകൊണ്ട് അല്ലാഹു അവരെ ഒന്നിപ്പിച്ചു. അങ്ങനെ റസൂലിന് ശക്തരായ വലിയ ഒരു സ്വഹാബത്തിന്റെ അനുയായികളെ അല്ലാഹു ഉണ്ടാക്കി കൊടുത്തു. ഇത് രണ്ടും അല്ലാഹു തന്നെ ചെയ്തതാണ്. ഈ രണ്ട് സഹായങ്ങളും അല്ലാഹു തആല തന്നെ ചെയ്തതാണ്. ഇതാണ് റാസി ഇമാം പറയുന്നത്. എന്നാൽ ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ അട്ടിമറിച്ചുകൊണ്ട് മംഗലാപുരം സംവാദത്തിൽ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ. അവരുടെ അട്ടിമറി നിങ്ങൾ നന്നായി ഒന്ന് കേൾക്കുക. അതിൽ നിന്ന് രണ്ടു തരം സഹായം ഖുർആൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് രണ്ടു തരം സഹായമുണ്ട് എന്ന് മുഫസ്സിറുകൾ മനസ്സിലാക്കി. ഒന്ന് റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സഹായം, മറ്റൊന്ന് മുഅ്മിനീങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സഹായവുമാണ് അല്ലാഹു അവിടെ പറഞ്ഞത്. അതിനാണ് തഫ്സീർ റാസി ഞാൻ വായിച്ചത്. ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, സഹായം രണ്ടു തരമുണ്ട്. ഒന്ന് മാലാ യഹ്സുലു ബിനാഅൻ അൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ലഭ്യമല്ലാത്തത്. അതാണ് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടത് എന്നർത്ഥം. രണ്ടാമത് വമിൻഹാ മാ യഹ്സുലു ബിനാഅൻ അൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നത്. സമാനമായി ധാരാളം പ്രയോഗങ്ങൾ തഫ്സീറിൽ കാണാൻ കഴിയും. അദ്ദേഹം തന്നെ ചോദിച്ചു, ഈദു ലൈസ ഇല്ലാ മിനല്ലാഹ് ലാകിന്നഹു അലാ ഖിസ്മൈൻ, ഈദ് യഥാർത്ഥ റബ്ബിൽ നിന്നാണെങ്കിലും രണ്ട് തരമുണ്ട്. ഒന്ന് കാര്യകാലത്തിൽ ഉൾപ്പെട്ടത്, ഒന്ന് അതിൽ അതീതമായത്. ഈ ആയത്തും ഇതിന് അതിന്റെ
സമാനമായി മറ്റ് ധാരാളം ആയത്തുകളും ഹദീസുകളും അതിലെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളും ഇവിടെ നിങ്ങൾ നോക്കും. ഇമാം ഫഖ്റുദ്ദീനുർ റാസി പറയുന്ന ഇബാറത്തും ഇവരുടെ വാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവർ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായം അള്ളാഹുവിന്റേതാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറത്തുള്ളത് മുഅ്മിനീങ്ങളിൽ നിന്നാണ് എന്നല്ല റാസിമാൻ പറയുന്നത്. രണ്ടും അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് റാസിമാൻ പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞ ഈ ഫൈസൽ മൗലവി പറഞ്ഞ ഈ വാദമുണ്ടല്ലോ, അസാധാരണ മാർഗത്തിലൂടെയുള്ള സഹായമാണ് അള്ളാഹുവിന്റേത്, സാധാരണമായതാണ് മുഅ്മിനീങ്ങളുടേത് എന്ന ഈ വിഭജനത്തിന് മഹാനായ അഹ്ലുസുന്നയുടെ ഇമാമായ ഇമാം റാസിയുടെ പരിശുദ്ധമായ ഇബാറത്തിനെ തെറ്റായി അദ്ദേഹം അർത്ഥം വെച്ചിരിക്കുകയാണ്. നാം അതിന് മറുപടി നൽകുന്ന ആ രംഗത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ 4-5 ചോദ്യങ്ങൾ ചോദിക്കും. പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയും പറയാതെ, അതിന്റെ നിർവചനത്തിന് ആധികാരികമായ പ്രമാണം പറയാതെ, സക്കരിയ സാഹിബും സക്കരിയ മൗലവിയും ജബ്ബാർ മൗലവിയും നടത്തിയ ഈ വൈരുദ്ധ്യാത്മകതയിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടിയപ്പോൾ അതിനെക്കുറിച്ച് സമന്വയം നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിപ്പോയ മൗലവിമാർ ഇപ്പൊ പറയുന്നത് റാജിയാണ് ഞങ്ങളുടെ ആകെ തെളിവ്. എന്താ റാജിയിൽ പറയുന്നത്? ഇതാർക്ക് മുഴുവൻ വായിക്കണം, റാജി എന്താ പറഞ്ഞത്? ശക്തിതർ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് മാത്രമാണ്. അത് 2 തരത്തിലുണ്ട്. ഒന്ന്, പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങളുടെ മധ്യസ്ഥത കൂടാതെ. 2, പരിചിതമായതും സാധാരണമായതുമായ കാരണങ്ങൾ മുഖാന്തരം. ഇങ്ങനെ 2 തരം അല്ലാഹുവിന്റെ രണ്ടും അല്ലാഹുവിന്റെതാണ്. ഒന്ന് അല്ലാഹുവിനെ ഈ രൂപത്തിലുള്ളത് കൊണ്ടും മറ്റേത് മുഅ്മിനീങ്ങളെ കൊണ്ടും, മുഅ്മിനീങ്ങളിൽ നിന്നും എന്നല്ല ഉലവി അർത്ഥം വെച്ചോണ്ട് വെച്ചിരിക്കുന്നത്. വബിൽ മുഅ്മിനീൻ, ഇമാം റാസിയുടെ താഴെയുള്ള വാദം അതിനെ കട്ടുവായിച്ചതാണ് മൗലവി. കട്ടുവായിച്ച് നമ്മളുമായിട്ടും നേർക്കുനേരെ സംവദിക്കുമ്പോഴല്ലേ ഇവരുടെ കള്ളത്തെ നമുക്ക് നേരെ പിടിക്കാൻ കഴിയുന്നത്. അദ്ദേഹം കട്ടുവായിച്ച ആ ഭാഗം നമ്മൾ വിശദീകരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് കാണുക. അല്ലാഹു എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ സഹായിച്ചത് എന്ന് അല്ലാഹു പറയട്ടെ. നബിയെ അങ്ങ് ചെലവാക്കുകയാണെങ്കിൽ, ഭൂമിയിലുള്ള സർവ്വതും ചെലവാക്കുകയാണെങ്കിൽ, ഹൃദയത്തിന്റെ ഇടയിൽ ഇണക്കമുണ്ടാക്കാൻ നബി അങ്ങേക്ക് കഴിയൂല. അപ്പൊ അള്ളാഹു മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം അള്ളാഹു നൽകിയതാണ്. നബിയെ അങ്ങ് അവരെ ഇടയിൽ തയ്ഫ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങേക്കത് നടത്താൻ കഴിയില്ല. അപ്പൊ നബിക്ക് കഴിയാത്തതാണോ നിങ്ങളെ കൊണ്ട് കഴിയാ? നിക്ക് കഴിയാതെ അള്ളയുള്ളൂ, അതാണ് നിങ്ങളെ കൊണ്ട് കഴിയാ. ഇതാണ് നിങ്ങൾ സാധാരണ മാർഗം, ഭൗതിക മാർഗം. ഭൗതിക മാർഗം എന്നുള്ളത് ഭൗതിക രൂപത്തിലുള്ള സഹായങ്ങൾ മനുഷ്യരോട് ചോദിക്കാം. എന്താ അവിടെ പറഞ്ഞത്? ഇവിടെ റാസിമാൻ പറയുന്നത് റസൂലിന് നൽകപ്പെട്ട എല്ലാ ശക്തിയും അല്ലാഹുവാണ് ചെയ്യുന്നത്. 2 സബബുകളുണ്ട്. ഒന്ന് അജ്ഞാതമായ സബബ്, 2 ജ്ഞാതമായ സബബ്. ജ്ഞാതമായ അറിയപ്പെട്ട സബബ് എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കി കൊടുത്തതാണ്. അതും അല്ലാഹു ചെയ്താണ്. ഇങ്ങനെ 2ഉം അല്ലാഹു ചെയ്തതിനെ പറ്റി വിശദീകരിക്കുന്ന ഒരു ഇബാറത്തിന്റെ തെറ്റായ അറിവ് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സഹായത്തിന് അസാധാരണ സഹായം, മുഅ്മിനീങ്ങൾ കൊണ്ടുള്ളതിന് സാധാരണമെന്നും പറഞ്ഞിട്ട് സാധാരണം തൗഹീദ്, അസാധാരണം ശിർക്ക്, ഇങ്ങനെ ഒരു വിഭജനം, ഇങ്ങനെ ഒരു ഭീകരണം ഒരൊറ്റവാചകനും പഠിപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ വഹാബികളുടെ 8 ഗ്രൂപ്പുകളും ഇത് മനസ്സിലാക്കാം. വഹാബികളുടെ 8 ഗ്രൂപ്പുകളും പൊട്ടിപ്പിളർന്ന 8 ഗ്രൂപ്പുകളും ഇത് മനസ്സിലാക്കാം. മൗലവികളും മനസ്സിലാക്കും. ജമാഅത്ത് ഇസ്ലാമിക്കാർ ചില വിഷയത്തിൽ അവർക്ക് ചില മെച്ചങ്ങളുണ്ടെങ്കിൽ, ഖബറുമായി ബന്ധപ്പെട്ട ശിർക്കിന് ഊന്നലാണ് വഹാബിസമെങ്കിൽ രാഷ്ട്രീയ ബന്ധപ്പെട്ട ശിർക്കിന് ഊന്നൽ കുറവാണ് ഇവിടത്തെ മൗലവികൾ.
നിങ്ങൾ നോക്കണം, നാം ഈ മറുപടികൾ കൊടുത്തേക്കില്ലേ? മൗലവി ഉത്തരം മുട്ടിപ്പോയി. മൗലവി പറയുകയാണ്, ആദ്യം എന്തിനാ ഇബാറത്ത് ധരിച്ചത്? സാധാരണം അസാധാരണം എന്നിങ്ങനെ രണ്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അയാൾ ഇബാറത്ത് ധരിച്ചത്. നമ്മുടെ വിശദീകരണം കൊണ്ടുപോയാൽ ഉത്തരം മുട്ടിപ്പോയി. പിന്നെ അയാൾ പറയുകയാണ്, ഈ പമ്പനീയങ്ങളെ കൊണ്ടുള്ളതും അസാധാരണം, അപ്പൊ രണ്ടും അസാധാരണം. നിങ്ങൾ അയാൾ പറയുന്നത് നോക്കൂ. റസൂലെ, താങ്കളെല്ലാം കഴിച്ചാലും താങ്കൾക്ക് കൽപ്പനക്കാൻ കഴിയുക, അതാണ് അസാധാരണം, അതാണ് മനുഷ്യരീരം, അതാണ് അസാധാരണം. നേരത്തെ പറഞ്ഞതെന്താണ്? മുഅ്മിനീങ്ങളെ കൊണ്ടുള്ളത് സാധാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മൗലവി ഇപ്പോൾ പറയുന്നു അതും അസാധാരണമാണ്. എന്തേ ഇങ്ങനെ മറ്റം പറയാനുണ്ടായ സാഹചര്യം എന്താണ്? അതാണ് ഞാൻ നേരെ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഷാത്തിന്റെ വാചകങ്ങളിൽ അട്ടിമറിതത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ദുരവസ്ഥയിലെ സാക്ഷാൽ മൗലവിയുടെ പിടിപെടുന്നത് എന്നാണ് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കാൻ.